ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി ഒരു ക്രിസ്പി ത്രെഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങളെല്ലാവരും കാണണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്രിസ്പി ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. നമ്മുടെ കട്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നൈസായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. ഇനി ഇതിനു വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കാൻ 10 പിരിയൻ മുളക് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുത്ത മുളകാണ്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് നന്നായി അരച്ചുകൊണ്ട് വരാം. ടൊമാറ്റോ കെച്ചപ്പാണ്, സ്പൂൺ റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയ സോസും കൂടി ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അത് ഇപ്പോൾ എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ചിക്കൻ മസാല, അടുത്തത് കുരുമുളക്, നമ്മൾ അരച്ചു വെച്ച ചട്നി 1 ടേബിൾ സ്പൂൺ, ഉപ്പും കൂടി കേട്ടോ. ഇത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർത്തത്, ടേബിൾ സ്പൂൺ മൈദ. ഇത്രയും സാധനം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയും കൂടി ചേർക്കണേ. നന്നായി മിക്സ് ചെയ്യണം. ഇത് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒക്കെ പിടിക്കാൻ വെക്കാം. നമുക്ക് ഒരു സമോസ ഷീറ്റ് ഉണ്ടാക്കണം. ആ ഷീറ്റിന് മെഷർമെന്റ് കപ്പിന് 2 ഗ്ലാസ് മൈദ, ഇതിനു വേണ്ടി അല്പം ഓയിൽ, ഇതിനാവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇതൊരു 6 പീസായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതേ വലിപ്പത്തിൽ ബാക്കിയുള്ളതും പരത്തിയെടുക്കണം. ഇനി ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം മൈദ തൂവി കൊടുക്കണം. വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യണം. വീണ്ടും പൊടിയിട്ട് കൊടുത്തു, ഇതെടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ ഇതും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ട് വരാം. വീണ്ടും മാവിൽ മുക്കി നമുക്ക് ഒന്നും കൂടി പരത്തിയെടുക്കണം. ഒരേ കനത്തിലായിരിക്കണേ. പാൻ ചൂടായി. ഇനി പരത്തിയത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് പതിയെ ഓരോന്നായി വേർതിരിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ഈ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നൈസായിട്ട് മുറിച്ചെടുക്കണം. അപ്പം ഇത് നമ്മൾ ഇതുപോലെ റിബൺ പോലെ മുറിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്നും കൂടി നമുക്ക് ചെറുതാക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടി ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പതുക്കെ ഇതിലുള്ളതൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരെണ്ണം മാറ്റി വയ്ക്കാം.
തീരെ നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ പരത്തുന്നതും കുറച്ചും കൂടി നൈസായ കുറച്ചും കൂടി നല്ലതാട്ടോ. ഇങ്ങനെ പാൻ വെച്ചു, എണ്ണ ചൂടായി, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് മൂപ്പിക്കണേ. അപ്പം നമ്മുടെ ക്രിസ്പി ത്രെഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സോസ് കൂട്ടി ഇതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയുമാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ രുചികരമായ വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും കാണാം.